ഹേ ഗൈസ്, ഇന്നൊരു ബ്ലോഗിൻ്റെ വീഡിയോ ആണുള്ളത്. എവിടെ നിന്നാണ് എന്തിൻ്റെതാണെന്നൊക്കെ വഴിയെ പറയാം. നമ്മൾ ഫസ്റ്റ് പോയത് തലശ്ശേരിയിലുള്ള സീ വ്യൂ പാർക്കിലേക്കാണ്. നമുക്ക് ചെറിയൊരു പരിപാടി ചെയ്യാനുണ്ടായിരുന്നു. ചെറിയ പരിപാടി എന്ന് വെച്ചാൽ ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ആർക്കും അവൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റിയ സാഹചര്യമില്ല, ഒരുപാട് ദൂരെയാണ് അവൻ്റെ വീട്. അപ്പോൾ അവനൊരു ചെറിയൊരു ഗ്രൂം ടു ബി ചെയ്യണം എന്നുള്ള പ്ലാനിലാണ് ഉണ്ടായത് എല്ലാവരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാർക്ക് നമ്മൾ ആദ്യം തിരഞ്ഞെടുത്തു. പക്ഷെ അവിടെ പോയി നോക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു എന്താ പറയണ്ടേ, ഒരു ഇത് കിട്ടിയില്ല നമുക്ക് അവിടെ നിന്ന്. കാരണം അവിടെ മൊത്തം കപ്പിൾസായിട്ട് ഇരിക്കുന്നവരും ഒരു ശാന്തത ആഗ്രഹിച്ചിട്ട് പോകുന്നവരുമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ഒരു ഏരിയയിൽ വേറെ നമുക്ക് പുറത്തിറങ്ങാനൊന്നിനും പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മളെന്ത് വിചാരിച്ചു, അവിടെ നിൽക്കേണ്ട, അവിടെ തൊട്ടടുത്ത് തന്നെ നമ്മൾ നീളം കൂടിയ ഡ്രൈവിംഗ് ബീച്ചായ മുയ്പ്പിലങ്ങാടി ബീച്ചുണ്ട്. അപ്പോൾ അവിടത്തേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്ത്. അപ്പോൾ അവിടെ കയറുമ്പോൾ ഡ്രൈവിംഗ് ബീച്ചായതുകൊണ്ട് തന്നെ ചെറിയൊരു ഫീ ഒക്കെ കൊടുത്തിട്ട് വേണം കയറാൻ. അപ്പം അങ്ങനെ പൈസയും ഒക്കെ അടച്ച് നേരെ നമ്മൾ അവിടേക്ക് പോയി. ഈ നമ്മളെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ഗ്രൂം. അവനറിയില്ല നമ്മളിങ്ങനത്തെ ഒരു സംഭവത്തിന് വേണ്ടിയാണ് വിളിച്ചത് എന്നൊന്നും. അവൻ്റെ അടുത്ത് പറഞ്ഞത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴൊന്നും ആരെയും കാണാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്കൊന്നും കൂടി ഒരു മീറ്റപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വിളിച്ച് വരുത്തിയതാണ്. നമ്മൾ ഈ ഡെക്കറേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ ഓനെ നമ്മൾ അവിടെ നിന്ന് മാറ്റി നിർത്തിയതിന് ശേഷമാണ് ചെയ്തത്. ഉച്ച സമയമായതുകൊണ്ട് നല്ല കാറ്റും നല്ല ചൂടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ചെയ്യുന്ന സാധനം നമ്മൾ വണ്ടിയിൽ തന്നെ ആക്കിയത്. നമ്മൾ ഒരിക്കലൊരു അവിടെ ഒരു മരത്തിൻ്റെ സൈഡ് ഉണ്ടായിരുന്നു, അതിൽ ചെയ്ത് നോക്കിയപ്പോൾ കാറ്റടിച്ചിട്ട് ഗ്രൂം ടൂബി എന്ന് എഴുതി ആ കാട് മൊത്തം തലതിരിഞ്ഞൊക്കെ നിൽക്കുന്നു. അതുകൊണ്ട് അത് ചെയ്യാതെ കാറിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത്. നേരത്തെ കണ്ടില്ലേ, അതാണ് നമ്മളെ ഗ്രൂം, നമ്മളെ ഫ്രണ്ട് സ്വാലിഹ് എന്നാണ് പേര്. സാലി എന്നാണ് വിളിക്കാതെ, ഞാൻ പെട്ടെന്ന് ആദ്യം അങ്ങനെ എന്നുള്ള ഒരു പേര് വന്നത്. അപ്പം ഓനെ അറിയില്ല, ഓനൊട്ടും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്. ഇതിനൊന്നും ആയിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന്. അങ്ങനെ ഒരു ചെറിയ കേക്കൊക്കെ വാങ്ങി കേക്കൊക്കെ കട്ട് ചെയ്ത് അതിന് ശേഷം നമ്മൾ അവനൊരു ഗിഫ്റ്റ് കൊടുത്ത്. അതിൻ്റെ എക്സ്പ്രഷനാണ് ആ കാണുന്നത്. അവനൊട്ടും പ്രതീക്ഷിച്ചില്ല ആ ഒരു ഗിഫ്റ്റിൻ്റെ കാര്യം. അപ്പോൾ എല്ലാവരും കൂടിയാണ് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ തൊട്ടടുത്തല്ല തലശ്ശേരി തന്നെയുള്ള ഒരു ഹോട്ടലിൽ പോയി കയറി. പെപ്പർ പാലസ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് കയറി. നമ്മൾ പോയപ്പോൾ നമ്മൾ വിചാരിച്ച സാധനമൊന്നുമല്ല കിട്ടിയത്, പിന്നെ ഉള്ള സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് എല്ലാവരും പിരിഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.